ഹലോ ഗൈസ്, നമുക്കൊരു ക്യാമ്പിംഗ് ഡേറ്റിന് പോയാലോ? ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഇവിടുത്തെ ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ഇവരെപ്പോഴും പറയുന്ന കേൾക്കാറുണ്ട്, ഇവർ ക്യാമ്പിങ്ങിന് പോകുന്നു, ക്യാമ്പിംഗ് ഡേറ്റിന് പോകുന്നു എന്നൊക്കെ ഉള്ളത്. കേട്ട് കഴിഞ്ഞപ്പോൾ തൊട്ടല്ല എൻ്റെ ആഗ്രഹമാട്ടോ വൺസ് എങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. നമ്മൾ ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയൊരു ഇതായതുകൊണ്ടേ നമ്മുടെ കയ്യിൽ സാധനങ്ങൾ വളരെ കുറവായിരുന്നു. അപ്പം നമ്മൾ പെട്ടെന്നൊരു ക്വിക്ക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ടെസ്കോ വന്നേക്കുവാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ വെള്ളമോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾറെഡി ഇന്നൊരു ഗ്രോസറി ഷോപ്പിങ്ങിന് വരണം നമ്മൾ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ടോട്ടലി ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്നൊരു ക്യാമ്പിംഗ് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ നമ്മളെന്താ പെട്ടെന്ന് സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ലിസ്റ്റ് അനുസരിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ബാക്കി വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ക്യാമ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. ഒത്തിരി ദൂരെ എന്നുള്ള പോയത് നമ്മുടെ വീടിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാട്ടോ പോയത്. ഇത് ശരിക്കും പറഞ്ഞൊരു അടിപൊളി ഒരു ഫാം ഹൗസ് ഉണ്ട്. അവിടെ ഒത്തിരി പശുക്കൾ, ആടുകൾ, കോഴികൾ, കുതിര അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് എനിക്കിത് കഴിഞ്ഞപ്പോൾ തോന്നിയായിരുന്നു കേട്ടോ. വൺസ് ഇൻ എ ലൈഫ് ടൈമിൽ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന്. അതാ ഞങ്ങളുടെ വണ്ടി തന്നെ കണ്ടില്ല, വണ്ടിക്കകത്ത് നിറച്ച സാധനങ്ങളാണ്. ഫസ്റ്റ് ടൈമായിട്ട് ക്യാമ്പിങ്ങിന് വരുന്നതുകൊണ്ട് തന്നെ എന്തൊക്കെ കൊണ്ടുവരണം എന്തൊക്കെ കൊണ്ടുവരണ്ട എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഒത്തിരി ലഗേജസ് കൂടുതലായിരുന്നു. ഇത്രയും ലഗേജ് എടുത്ത് വരേണ്ട ആവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, പെട്ടെന്നുണ്ടായ പ്ലാൻ ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് പോർക്കും അതുപോലെ തന്നെ ഒരു പാക്കറ്റ് കപ്പ എടുത്തുകൊണ്ട് വന്നിട്ടാട്ടോ നമ്മൾ കുക്ക് ചെയ്ത് തന്നെ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ കിട്ടിയൊരു ഫ്രണ്ടാട്ടോ പിങ്കി നേട്ട് പേരാട്ടോ. അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങി, ഓരോ മുട്ട പുഴുങ്ങിയതും പിന്നെ ചായയൊക്കെ കുടിച്ചു. പതിയെ പോർക്ക് കറി ഉണ്ടാക്കി. പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് ഇതിനകത്ത് ഉണ്ടാക്കാനുള്ള ഓയിൽ വരെടുക്കാൻ ഞങ്ങൾ വിട്ടുപോയി. അതിനുശേഷം ഞങ്ങളിത് ആ കാറിൻ്റെ ഉള്ളിലിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. കാറിൽ ബെഡൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ നല്ലൊരു മഴയായിരുന്നു കേട്ടോ. ഒരു അടിപൊളി ക്ലൈമറ്റ്, അതെന്താന്ന് പറയാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഓരോ കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിച്ച് അവിടെ അങ്ങ് ഇരുന്നു. എൻ്റെ പൊന്നു, ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ആൾക്കാർ എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാമ്പിങ്ങിന് വരുന്നതെന്നുള്ള കാര്യം. ഈ ഒരു എക്സ്പീരിയൻസ് തരുന്ന ഫീലില്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്